ഓം നമ ശിവായ. ഇന്ന് നാം പറയുന്നത് ചിങ്ങം രാശിയെ കുറിച്ചാണ്. ചിങ്ങം രാശിയിലെ പൂരം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയാൻ പ്രതിപാദിക്കുന്നത്. പൂരം നക്ഷത്രക്കാർ പൊതുവെ ഉള്ള സ്വഭാവങ്ങളും അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം, അവരുടെ ഉയർച്ച, അവരുടെ താഴ്ച, കൂടാതെ അവരെ സംബന്ധിക്കുന്ന ഇപ്പോൾ വരുവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണമായി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. പൂരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. ആ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്തരത്തിൽക്കാല്. ഇവർ ചിങ്ങം രാശിക്കാരാണ്. ആ ചിങ്ങം രാശിക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ പശുക്കളെല്ലാം തന്നെ വളരുന്ന ഒരു സ്ഥലമായിരിക്കും, അല്ലെങ്കിൽ പശുക്കളെല്ലാം വളർത്തുന്ന ഒരു സാന്നിധ്യമുള്ള സ്ഥലമാണ്. ബ്രാഹ്മണന്മാർ അധിവസിക്കുന്ന ഭൂമിയായിരുന്നു ഇത്. ആ ഭൂമി വളരെയധികം കാലഘട്ടങ്ങൾക്ക് മുൻപ് ബ്രാഹ്മണന്മാരും അതേപോലുള്ള ദൈവാധീനമുള്ള ദൈവത്തിനെ ആരാധിക്കുന്നതായ കുറേ അധികം പേർ താമസിച്ചിരുന്ന ഭൂമിയാണ്. ആ ഭൂമിയിൽ എന്നും ദൈവാനുഗ്രഹം ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നതാണ്. എന്നാൽ ഇവരുടെ പൊതുവായ സ്വഭാവം പറയുമ്പോൾ ഇവർ ആരെയും തന്നെ വളരെയധികം ശ്രദ്ധിക്കാറില്ല, അഥവാ ഗൗരവഭാവമുള്ളവരാണ്. പ്രശസ്തിയും നേട്ടങ്ങളും ഇവർക്ക് വളരെയധികം ഉണ്ടാകും. ഇവരുടെ പ്രത്യേകമായിട്ടുള്ള രീതികളെന്ന് പറയുന്നത് ബുദ്ധിസാമർഥ്യമുള്ളവരായിരിക്കും, ശരീരപുഷ്ടിയുള്ളവരായിരിക്കും, സൗന്ദര്യമുള്ളവരായിരിക്കും. എന്നാൽ പ്രവർത്തിക്കുന്നതിനുള്ള സന്ദർഭാനുസരണമായിട്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവുള്ളവരായിരിക്കും. അതുകൊണ്ട് ചിലപ്പോഴെല്ലാം തന്നെ ഇവർ ക്ഷോഭിക്കുകയും ആ ക്ഷോഭം പെട്ടെന്ന് തന്നെ മാറ്റുകയും ചെയ്യുന്നതാണ്. ഇവർ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നവരും നല്ല സ്വഭാവ സവിശേഷതയുള്ളവരുമാണ്. ഇവർ അന്യരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർക്ക് വളരെയധികം ശത്രുക്കൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഇവർക്ക് വന്നു ചേരുകയും എന്നാൽ മാന്യമായി പെരുമാറുകയും സ്വന്തം നില ഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് ഇവർ. പൊതുവെ ഇവർ ശാന്തരായിട്ടുള്ള ആൾക്കാരാണ്, കലഹപ്രിയരല്ല. എന്നാൽ യാദൃശികമായിട്ട് ചിലപ്പോൾ പക്ഷേ ആദർശപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ശക്തമായി നിൽക്കുന്നതിനാൽ അവർ ഉറച്ച നിലപാടുകൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ചിലപ്പോഴൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാം. എല്ലാ പ്രവർത്തനങ്ങളിലും പൂരക്കാർ വിജയികളാണ്. അവർ ഏത് കാര്യം തൊട്ടാലും അത് വിജയിക്കും. നല്ല അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നതിന് വേണ്ടി ഇവർ വളരെയധികം പരിശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ആ അധികാര സ്ഥാനങ്ങളിൽ എത്തിയാൽ ഇവർ വളരെയധികം ശോഭിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് ഗ്രന്ഥപാരായണത്തിൽ വളരെയധികം താല്പര്യമുള്ളവരാണ്. ഇവർക്ക് എഴുതാനുള്ള പ്രത്യേക സവിശേഷതയുള്ളവരാണ്. കലാപരമായിട്ടുള്ള കഴിവുള്ളവരാണ്. സാഹിത്യ സൃഷ്ടികൾ നടത്തുവാനുള്ള കഴിവുള്ളവരാണ്. എന്നാൽ സത്യസന്ധതയും സദാചാരനിഷ്ഠയും വാക്ക് പാലിക്കുകയും ചെയ്യുന്നതിൽ ഇവർ നിർബന്ധ ബുദ്ധിയുള്ളവരാണ്. എന്നാൽ യാദൃശികമായിട്ടുള്ള ചില സംഭവങ്ങൾ ജീവിതത്തിൽ
ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സാധ്യതകളുണ്ട്. ഇവരുടെ കുട്ടിക്കാലം അഥവാ ബാല്യകാലം എന്ന് പറയുന്നത് പൂരം നക്ഷത്രക്കാരുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള ജാതകക്കാർ കുട്ടിക്കാലഘട്ടത്തിൽ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കേണ്ടതായി വരും. എന്നാൽ ആ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞെന്നാൽ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. 18 വയസ്സിനും 30 വയസ്സിനും ശേഷം കാലം വിദ്യാഗുണമുണ്ടാകും, തൊഴിൽ ഗുണമുണ്ടാകും, വിവാഹം, കുടുംബജീവിതം, ധനാഭിവൃദ്ധി എല്ലാം തന്നെ ഉണ്ടാകുന്നതാണ് 40 വയസ്സ് വരെ, 30 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക്. എന്നാൽ 40 വയസ്സ് കഴിഞ്ഞെന്നാൽ ഇവർക്ക് വളരെയധികം സമ്പത്തുക്കൾ വന്നു ചേരും, ധനം വന്നു ചേരും, ഉദ്യോഗ പദവിയിൽ വളരെയധികം ഉന്നതിയിൽ എത്തിച്ചേരും. അവർക്ക് എതിരായി ആരും തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ തടസ്സപ്പെടുത്തുവാൻ വരുന്നതല്ല. കാരണം ഇവർ ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശി എന്ന് പറയുന്നത് സിംഹരാശിയാണ്. പെട്ടെന്നൊന്നും അവരോട് കയർത്ത് സംസാരിക്കുകയോ അവരോട് വളരെ മിതമായി മാത്രമേ എല്ലാവരും സംസാരിക്കുകയും പ്രവർത്തിക്കുകയുമുള്ളൂ. എന്നാൽ ഇവർ ആരോടും പിണങ്ങാറുമില്ല, അവർ കലഹിക്കാറുമില്ലാത്ത ഒരു പ്രകൃതക്കാരാണ്. പൂരം നാളുകാരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിരിക്കുമെങ്കിലും ചില പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതം ചിലപ്പോൾ അവർക്ക് ദോഷ കാലഘട്ടമായിട്ട് മാറാറുണ്ട്. പൂരം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ വളരെ കർക്കശക്കാരികളും അതുപോലെ ദേഷ്യം വരുന്നവരുമായിരിക്കും, ദുശാഠ്യക്കാരുമായിരിക്കുന്നത് കൊണ്ട് അവരുടെ വിവാഹ ജീവിതം ചിലപ്പോൾ മാറ്റങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് സന്താനങ്ങൾ മുഖാന്തരം വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലർക്ക് എല്ലാം തന്നെ മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉദ്ദേശിച്ച വിവാഹം നടക്കാതെ വരിക തുടങ്ങിയ ചില ദോഷങ്ങളും ഇവർക്കുണ്ട്. അതുമൂലം കുടുംബജീവിതം അസ്വസ്ഥമാകും, അസ്വാരസ്യങ്ങൾ കുടുംബജീവിതത്തിലുണ്ടാകും, ഉദ്ദേശിച്ച വിവാഹം നടക്കാതെ വരും, ബന്ധങ്ങൾ തകരുകയും ചെയ്യും. വിവാഹ ജീവിതത്തിലെ ബന്ധങ്ങൾ ചിലപ്പോൾ തകർന്നു വരാം. എന്നാൽ ഇവർ ധൈര്യശാലികളും ബുദ്ധിശാലികളുമായതുകൊണ്ട് എല്ലാത്തിനെയും തരണം ചെയ്യുവാനുള്ള മനോഭാവം ഇവർക്കുണ്ടാകും. പോരാതെ ഇവർക്ക് ഈശ്വരാധീനമുണ്ട്. എന്നാൽ ഇവരുടെ ദോഷപരിഹാരങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മൾക്ക് നിർവഹിക്കേണ്ടത്? ഇപ്പോൾ 2-ലാണ് കേതു നിൽക്കുന്നത്. ചിങ്ങം രാശിയുടെ 2-ൽ കേതു നിൽക്കുന്നത് കൊണ്ട് ഇവർ ഗണപതിക്ക് ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് പൂജ നടത്തണം. അതുപോലെ തന്നെ പൂരം വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ഇവർ പ്രത്യേക വഴിപാടുകൾ മഹാലക്ഷ്മിക്കും അതുപോലെ തന്നെ അന്നപൂർണേശ്വരിക്കും പ്രത്യേകമായിട്ടുള്ള വഴിപാടുകളും പൂജകളും നടത്തണം. ഇതുകൂടാതെ തന്നെ പൂരവും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ഇവർ ആദിത്യ പൂജ നടത്തണം. മാത്രമല്ല രാഹുർ ദശാകാലമെന്ന് പറയുന്നത് ഇവർക്ക് വളരെയധികം ദോഷപ്രദമായിരിക്കും. ആശുപത്രികളിൽ ഒക്കെ കയറുവാനുള്ള കാലഘട്ടമുണ്ടാകും. ആ കാലഘട്ടങ്ങളിൽ ഇവർ 1 ഗ്രാം ഗോമേതക രത്നം വാങ്ങിച്ചിട്ട് അവർ 1 ഗ്രാം സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി അത് വലത് കൈയുടെ നടുവിരലിൽ ഇട്ട് ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞെന്നാൽ ഇവർക്ക് വളരെയധികം ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇവരുടെ ദേവത എന്ന് പറയുന്നത് ആര്യമാവാണ്.
ഓം ആര്യാത്മനേ നമ എന്ന മന്ത്രം ജപിച്ചു കഴിഞ്ഞെന്നാൽ ഇവർക്ക് ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുകയും അതിന് പരിഹാരമുണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.